നിൽക്കവിടെ. നിന്റെ അച്ഛൻ പണ്ട് എന്നെ തല്ലിയിട്ടുണ്ട്. അതിനു പകരം നിന്നെ ഞാൻ ഇന്നിടിക്കും. പക്ഷെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ തമാശ കലർത്തും. ഇതും ഞാൻ തമാശയാക്കും. നേ വരുന്നു ശരു. മരമണ്ടന് തമാശ ഉണ്ടാക്കാൻ പറ്റിയ ആളാ. ചേട്ടാ, ഈ വലിയ വടി കണ്ടോ? കൊണ്ടു. ആ വടി ഞാനാ. അപ്പുറത്ത് കിടക്കുന്ന ചെറിയ വടി ഈ കഴുതക്കുട്ടി. ചേട്ടൻ വലിയ വടിയെ നോക്കി ഒരു ഹലോ പറഞ്ഞു. അതെന്തിനോ? വലിയ വടി ഞാനാണല്ലോ, എന്നോട് ഹലോ പറയുകയാണെന്ന് കരുതിയാൽ മതി. ഹലോ. ഇനി ചേട്ടൻ ഈ വലിയ വടി കൊണ്ട് ചെറിയ വടിയെ അടിച്ചു തെറിപ്പിക്കേ. അയ്യോ, കൊണ്ടില്ല. ഉഷ്. വടി തെറിച്ചു പോയി. ഉഷ്. ചേ, നശിപ്പിച്ചു. ചേട്ടൻ ചെറിയ വടി അടിച്ചു വിടുന്ന അതേ വഴിക്ക് ഇവനെയും അടിച്ചു തെറിപ്പിക്കാനായിരുന്നു എന്റെ പ്ലാൻ. അയ്യോ, ഓറടാ എന്നെ തലക്കടിച്ചത്. ഇവനോ? ഞാനോ? അയ്യോ, വടി എറിഞ്ഞത് ഞാനാണോ? ചേട്ടനല്ലേ? പക്ഷെ ആ വടി താനാണെന്നല്ലേ നേരത്തെ പറഞ്ഞത്. മഴയാണല്ലോ, എന്നാ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തിറങ്ങാം. സൂത്രോ, ഞാൻ നിന്റെ അമ്മാവന്റെ അപ്പൂപ്പനാ. നീ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. മഴ പെയ്തു. മുറ്റത്തുള്ള പാറയിലെ കൊച്ചുകുഴിയിൽ വെള്ളം കാണും. ആ വെള്ളത്തിന് ഇലയുടെ ഷേപ്പാണെങ്കിൽ നിനക്ക് വലിയ അപകടം വരാൻ പോകുന്നു. വലിയ അപകടം. വെള്ളം പഴം പോലെ വട്ടത്തിലാണെങ്കിൽ പേടിക്കാനില്ല. അതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങുമ്പോൾ വെള്ളത്തിന്റെ ഷേപ്പ് നോക്കണം. സ്വപ്നമായിരുന്നു. അയ്യോ, ഇലയുടെ ഷേപ്പിൽ വെള്ളം. വലിയ അപകടം വരും. അയ്യോ, തല ചുറ്റുന്നേ. ദും. സൂത്ര, എഴുന്നേൽക്ക്. എന്തു പറ്റി? പ്ലീസ്. ആ, അവിടെ ഇലയുടെ ഷേപ്പിൽ വെള്ളം. അപകടം വരുമെന്ന അർത്ഥം. ഇലയുടെ ഷേപ്പില്ല, പഴത്തിന്റെ ഷേപ്പാ. എങ്കിൽ നോ പ്രോബ്ലം. നേരത്തെ ഞാൻ ഉറക്കത്തിന്റെ ഇടയിലായതുകൊണ്ട് തോന്നിയതാ. ഇലയുടെ ഷേപ്പ് കണ്ടെന്ന് തോന്നിയത് കൊണ്ട് വെറുതെ പേടിച്ചു. തോന്നലല്ലോ സൂത്ര. തന്റെ മുഖത്ത് തളിക്കാൻ ഞാൻ വെള്ളം ഇതിന്ന് എടുക്കുന്ന നേരത്തെ ഇലയുടെ ഷേപ്പായിരുന്നു. വെള്ളം കുറഞ്ഞപ്പോഴാ ഷേപ്പ് വട്ടത്തിലായത്. അയ്യോ,